ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിയോക്. യെസ്, ഫിയോക് എന്ന് കേരളത്തിലെ പറഞ്ഞാൽ അതെ തിയേറ്റർ ഉടമകളുടെ സംഘടന, അവരുടെ ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഒന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ഒരു സംഘടനയിലെ ആൾക്കാരുമായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ ആണ്. കാരണം അവർക്ക് തിയേറ്റർ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എല്ലാം തന്നെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്ന രീതിയിൽ തിയേറ്ററിൽ മാറ്റങ്ങൾ വരുത്തണം. അവർ പറയുന്ന പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലേ പടം കൊടുക്കൂ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിയേറ്റർ മുന്നോട്ട് ഓടിക്കാൻ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന 22-ാം തീയതി മുതൽ ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമകൾ തിയേറ്ററിൽ, ഈ ഒരു ഫിയോക് സംഘടനയിൽ ഉൾപ്പെട്ട തിയേറ്ററുകളിൽ യെസ് മലയാള പടങ്ങൾ, ഇനി റിലീസ് ചെയ്യുന്ന മലയാള പടങ്ങൾ 22-ാം തീയതി തൊട്ട് ഓടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ സിനിമാ പ്രേമികളെ സംബന്ധിച്ച്. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ റിലീസ് 22-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മയുഗത്തെ ബാധിക്കില്ലല്ലോ. ബ്രഹ്മയുഗത്തെ ബാധിക്കില്ല, കാരണം ഓൾറെഡി റിലീസായ പടമാണ് ബ്രഹ്മയുഗം. ഇനി ഇറങ്ങാൻ പോകുന്ന മഞ്ഞുമൽ ബോയ്സിനെ അത് ബാധിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഈ ഒരു ഫിയോക് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന തിയേറ്റേഴ്സിന് മാത്രമാണ് ഈ പടം മലയാള സിനിമ 22-ാം തീയതി തൊട്ട് ഓടാതെ വരിക. അതിന് പുറമെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തിയേറ്റേഴ്സിൽ സ്വാഭാവികമായിട്ടും പടം റിലീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നിലപാട് അവർ മാറ്റട്ടെ എന്ന് തന്നെ നമ്മളും വിചാരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് 22-ാം തീയതി അവരെടുത്ത നിലപാടിന് അവർ പിന്നോട്ട് നിൽക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം നമ്മളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, പല സിനിമയ്ക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ.